തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ചത്ത പച്ച എന്ന മൂവി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടറുകൾ ഉണ്ടായിരുന്നു. ആ സിനിമയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കുരുവി അവതരിപ്പിച്ച ഒരു ഹീറോയിനാണ് നമ്മുടെ മുന്നിലുള്ളത്. കാർമൻ എസ് മാത്യു. സ്വാഗതം. താങ്ക് യു സോ മച്ച്. കാർമൻ എസ് മാത്യു, വീട് എവിടെയാണ്? എൻ്റെ വീട് മാള കുഴൂർ എന്ന് പറയും, തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട്, കുഴൂരാണ്. ഈ സിനിമയിലെ കുരുവി എന്നുള്ള ക്യാരക്ടർ ഒരേ സമയം തന്നെ വളരെ രസകരമായിട്ടുള്ള ഡയലോഗ് റെൻഡറിങ്ങും പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം തന്നെ ആൾ ഭയങ്കര ബോൾഡാണ്. അപ്പോൾ കുരുവിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? സിനിമയിലേക്ക് എത്തുന്നത്, ഞാൻ ഇതിനു മുമ്പും 2 മൂവീസ് ചെയ്തിട്ടുണ്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടിയും റോന്നും. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടീൻ്റെ AD നമ്മുടെ ചത്താപ്പച്ചിൻ്റെ AD ആയിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ അവർ കാസ്റ്റിങ്ങിന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തതും എന്നെ അവർ ഓഡീഷന് വേണ്ടിയിട്ട് വിളിച്ചതും. അങ്ങനെ ഓഡീഷൻ വീഡിയോ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ചത്താപ്പച്ചിലേക്ക് എത്തുന്നത്. ചത്താപ്പച്ച എന്നുള്ള ഒരു മൂവി, അതിൻ്റെ പേര് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. പിന്നെ സാധാരണഗതിയിൽ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന പോലെയല്ല, വളരെ ഡിഫറെൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ ഗാട്ടാ ഗുസ്തി ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിലൊരു കോസ്റ്റ്യൂം ഗുസ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മളതിനു വേണ്ടി മാർഷൽ ആർട്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ട്രെയിനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിഫോർ ഷൂട്ടിംഗ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആവേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ചത്താപ്പച്ച എന്ന് പറഞ്ഞ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയണത് ഡു ഓർ ഡൈ എന്നുള്ളൊരു സംഭവമാണ് ചത്താപ്പച്ച മൂവി. സോ ഇതിൽ നമുക്ക് ഈ ഒരു ഡു ഓർ ഡൈ സ്പിരിറ്റ് തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. കാരണം ഇത് നമുക്ക് പടം തുടങ്ങുന്നതിനൊരു 1-2 months മുമ്പ് ഞാൻ ഇത് മൂവിയിലേക്ക് ഇന്നായിട്ടുള്ളവർ, അതിന് മുമ്പ് ഇവർക്ക് ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ആർട്ടിസ്റ്റുകൾക്കൊക്കെ നേരത്തെ ഒരു ചിലവരൊക്കെ 1 year ആയിട്ട് 6 months ഒക്കെ ആയിട്ട് ട്രെയിൻ ചെയ്യുന്നവരുണ്ട് ഇതിനു വേണ്ടി. ഇപ്പം ഞങ്ങൾ കുറച്ച് പേരൊക്കെ 1-2 months ട്രെയിനിങ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ചത്തപ്പച്ചേൻ്റെ ഈ നമ്മുടെ ഫൈറ്റ് സീക്വൻസസിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് ഈ ട്രെയിനിങ് വഴിയാണ്. അത് ഡേവിസ് സാറും ശ്രാവൺ സാറും എന്ന് പറഞ്ഞിട്ട് 2 പേരായിരുന്നു നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരെണ്ണം പാർക്കോർ ട്രെയിനിങ്, ഒരെണ്ണം നമ്മുടെ മൊബിലിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്ത് കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്ത്, അങ്ങനെ നമുക്ക് ട്രെയിനിങ് സെക്ഷൻസ് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ഈ ബോക്സിംഗ് എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഇപ്പോൾ ഗുസ്തി എന്ന് പറഞ്ഞൊരു കാര്യം, ഇത് രണ്ടും സത്യത്തിൽ ഈ സിനിമയ്ക്ക് മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മളതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനങ്ങനെ ഫൈറ്റ് അല്ലെങ്കിൽ ബോക്സിങ് അങ്ങനത്തെ രീതിയിൽ ഒന്നും തന്നെ ട്രെയിൻഡ് അല്ല ഞാൻ. പക്ഷേ മൈം ചെയ്യുമായിരുന്നു കോളേജ് ടൈമിലൊക്കെ. കോളേജല്ല, ഞാൻ സ്കൂൾ ടൈം തൊട്ട് 7ാം ക്ലാസ് തൊട്ടേ മൈമിൽ ഞാൻ എപ്പോഴും അങ്ങനെ. അപ്പോൾ മൈം നമുക്കറിയാം, കുറച്ചൊരു ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്, ഭയങ്കര കുറച്ച് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് റോള്, ഫ്ലിപ്പ്, കാർട്ട് വീൽ, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ അധികം ഇൻറ്റൻസായിട്ട് അങ്ങനത്തെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും നമ്മുടെ ബോഡിക്കൊരു ഫ്ലെക്സിബിൾ സാധനം നമ്മൾ അല്ലാതെ അറിയാതെ ഇതിൽ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾസോ തിയേറ്റർ ചെയ്യുമായിരുന്നു, തിയേറ്റർ ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പോൾ തിയേറ്റർ ചെയ്യുമ്പോഴും നമ്മുടെ ഈ ബോഡി ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡാൻസും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഈ ഫൈറ്റോ അല്ലെങ്കിൽ റെസ്ലിംഗ് അങ്ങനത്തെ സംഭവങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. ചേട്ടന്മാരുടെ കൂടെ ഗുസ്തി പിടിക്കുമായിരുന്നു കുഞ്ഞുനാളിൽ, എന്നെ എടുത്തിട്ട് എറിയുമായിരുന്നു, അങ്ങനത്തെ പരിപാടി അല്ലാതെ ഒരു പ്രോപ്പറായിട്ട് ഒരു റെസ്ലിങ്ങോ ഫൈറ്റോ പരിപാടികളോ ഒന്നും ട്രെയിൻഡ് അല്ല. അതെല്ലാം ഈ ചത്തപ്പച്ചയിലേക്ക് വന്നപ്പോഴാണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇതിൻ്റെ സംവിധായകൻ്റെ ആദ്യത്തെ മൂവിയാണ് അദ്വൈത് നായർ അല്ലേ? അപ്പോൾ അദ്വൈത്, പിന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ്, അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളങ്ങനെ ഒരുപാട് കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല. അപ്പോൾ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ അതുപോലെ ഒരു റൈറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ, ഞങ്ങളുടെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്വീറ്റാണ്, അത്രയും നല്ല ഭയങ്കര യങ് എനർജിയാണ് ആൾക്ക്. അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റാണ്. എനിക്ക് ക്യാരക്ടർ കേട്ടപ്പോൾ, ഞാൻ ഓഡീഷന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ വീഡിയോ അയക്കുന്നത്, ആ സമയത്ത് ഈ ക്യാരക്ടർ നമുക്കൊരു സ്ക്രിപ്റ്റ്, ചെറിയ രീതിയിൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാധനം കേൾക്കും. അപ്പം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കുരുവി, കുറച്ച് മട്ടാഞ്ചേരി പിള്ളേരുടെ കൂടെ ഉള്ളൊരു പെൺകുട്ടി, ആകെയുള്ളൊരു പെൺകുട്ടി. അവൾ കുറച്ച് ബോൾഡാണ്, കുറച്ച് അവളുടേതായ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളാണ്. അവൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനും ഈ ടീമിൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു കറക്റ്റ് ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ. പക്ഷെ ഓഡീഷന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അദ്വൈതേട്ടൻ കിട്ടേണ്ട ഒരു സാധനം കിട്ടിയാലേ ആൾ ഓക്കെ ആവുള്ളൂ. പക്ഷെ അത് കിട്ടാൻ വേണ്ടി ആൾ
എത്ര ചാൻസ് വേണമെങ്കിലും തരും. ലൈക്ക് ആളിങ്ങനെ പറയും, നമുക്ക് ആൾ ബ്രീഫ് ചെയ്ത് തരും, ക്യാരക്ടർ പറഞ്ഞു തരും, ക്യാരക്ടർ പറഞ്ഞു തന്നിട്ട് ആൾ ചെയ്യിപ്പിക്കും. ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓക്കെ ആയിട്ടില്ലെങ്കിൽ ആൾ വീണ്ടും കുഴപ്പമില്ല, ടേക്ക് യുവർ ടൈം, ചെയ്തോളൂ, കറക്റ്റായിട്ട് ചെയ്യുന്നത് വരെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം തരും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിലൊരു ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസും കൂടി തരും. അപ്പോൾ അദ്വൈതേട്ടൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സനൂപേട്ടൻ നമ്മുടെ റൈറ്ററാണ്. സനൂപേട്ടൻ നമുക്ക് വേണ്ടി ഇപ്പം എന്നെ ക്യാരക്ടർ ലൈക്ക് നെക്സ്റ്റ് ടൈം ഓഡീഷൻ ഒരു സെക്കൻഡ് ടൈം മീറ്റ് ചെയ്യുന്ന സമയത്ത് സനൂപേട്ടൻ എന്നെക്കൊണ്ട് ഓഡീഷൻ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. സനൂപേട്ടൻ കുരുവീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കാരണം ഈ പടം ഇറങ്ങിക്കഴിയുമ്പോൾ ആൾക്കാർ നിന്നെ കുരുവീന്നേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ നൈട്രോ കിളീന്നേ വിളിക്കുള്ളൂ. ആ ക്യാരക്ടർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഡെപ്ത് ഉള്ളതാണ് ആൾക്കാരിലേക്ക് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ടും എന്നെ ആൾക്കാർ തിയേറ്റർ വെസ്റ്റിനോ അല്ലാതെയൊക്കെ പോകുമ്പോൾ കുരുവല്ലേ അല്ലെങ്കിൽ നൈട്രോ കിളിയല്ലേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സനൂപേട്ടൻ അന്ന് പറഞ്ഞ പോലെ ആൾ എഴുതി വെച്ച പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇത് ഭയങ്കര ഫീലിംഗ് ആണ്. ഈ സനൂപേട്ടൻ്റെ ഈ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മെയിനായിട്ട് ഈ 4 പേര് റോഷനേട്ടൻ, അർജുനേട്ടൻ അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നൈട്രോ കിളി, ഭസ്മാസുരൻ, കടൽ കൊമ്പൻ, അങ്ങനെ ജാങ്കോ സുൽത്താൻ, ഇങ്ങനത്തെ ഒരു കുറച്ച് ക്യാരക്ടേഴ്സും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓഡിയൻസിൻ്റെയിലേക്ക് ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇത്രയും കാസ്റ്റ് അവരുടെയൊക്കെ ക്യാരക്ടർ നെയിംസ്, അവരുടെ റിങ്ങിലെ നെയിമും അതുപോലെ തന്നെ ക്യാരക്ടർ നെയിമും, അപ്പോൾ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ അതൊക്കെ കറക്റ്റായിട്ട് സനൂപേട്ടൻ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സനൂപേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അമൽ ഷാ കോ റൈറ്ററാണ്. അവരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഞാൻ പ്രത്യേകിച്ച് തൃശ്ശൂരുകാരെയാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചി ലാംഗ്വേജ് അല്ലെങ്കിൽ മട്ടാഞ്ചേരി ആ ഒരു സൈഡിലാണ് ഈ നടക്കുന്നത്. അപ്പോൾ ആ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു സ്ലാങ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ദൈവം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഈ കൊച്ചി സ്ലാങ് അധികം അങ്ങനെ വരില്ല. അപ്പം സനൂപേട്ടൻ എപ്പോഴും പറയും, കാരണം നീ വീട്ടിൽ പോയൊന്നും വരരുത്, ഇപ്പോൾ ഒന്നും തൃശ്ശൂർക്കും ആ ഭാഗത്തേക്ക് പോവല്ലേ, വീട്ടിലേക്ക് വിളിക്കല്ലേ ഈ ടൈമിൽ, കാരണം ആ സ്ലാങ് കയറി വരാതിരിക്കാം. പിന്നെ ഇവർ അഫ്കോഴ്സ് ഡബിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്വൈതേട്ടനായാലും സനൂപേട്ടനായാലും അമൽ ഷാ ആയാലും അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഡബിലും ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് സിംഗ് സൗണ്ട് ഒക്കെ ആയതിനു ശേഷം ഇപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ് ആ ക്യാരക്ടർ ചെയ്ത ആർട്ടിസ്റ്റ് തന്നെ സ്വന്തമായിട്ട് വോയിസ് കൊടുക്കുക, ഡബ് ചെയ്യുക എന്നുള്ളത്. മുമ്പ് അങ്ങനത്തെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അയാളുടെ സ്വന്തം വോയിസ് അല്ലെങ്കിൽ പോലും മലയാള സിനിമയിൽ ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡബ് ചെയ്യാൻ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ സഹായം തേടുകയാണെങ്കിൽ കുറച്ചും കൂടിയും ചാൻസസ് കുറവാണ്. അങ്ങനെയുള്ളൊരു സമയത്താണ് ഇങ്ങനെ മാള കുഴൂരിൽ നിന്നൊരാൾ കൊച്ചി സ്ലാങ് വളരെ പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്യാരക്ടർ കാണുമ്പോൾ തന്നെ ഇതൊരു തൃശ്ശൂരുള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നില്ല. അത് കാർമൻ ചെയ്തൊരു എഫർട്ടിന്റെ കൂടി ഒരു റിസൾട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും യെസ് അഫ്കോഴ്സ്. പിന്നെ അതോടൊപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡാറ്റു ഉണ്ട്. ഡാറ്റു ഫോട്ടോ വെച്ചുകാരനാണ്. അപ്പം നമ്മളുടെ ടീമിൽ ഡാറ്റു ആണ് നമ്മളെ നമുക്ക് എന്തെങ്കിലും ഡാറ്റു ഇങ്ങനെ പറഞ്ഞാലും ശരിയാവില്ലേ, അപ്പോൾ ഡാറ്റു ഇത് കറക്റ്റാണ്, കുഴപ്പമില്ല. പിന്നെ ഡാറ്റുവിൻ്റെതായ ഒരു സാധനം ഫോട്ടോ വെച്ചിലുള്ള, കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ചില സ്ഥലത്ത് നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിടുത്തം കിട്ടും. അത് പണ്ടാണെങ്കിൽ അത് ചിലപ്പോൾ തിയേറ്ററിൽ മാത്രം കാണുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ആ ഭാഗം പറഞ്ഞിരിക്കുന്നത് അത് മാർക്ക് ചെയ്തിട്ട് വട്ടം വരച്ച് സോഷ്യൽ മീഡിയയിൽ കമന്റ് എടുത്ത് വരും പടം OTT വരുന്ന സമയത്തെങ്കിലും. പക്ഷെ അവിടെ നല്ലൊരു എഫർട്ട് ചെയ്തതിന്റെ ഒരു റിസൾട്ട് ഉണ്ട്. ഈ സിനിമയിലാണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഒത്തിരി ഡിഫറെന്റ് ജോണറുള്ള സിനിമ ചെയ്ത റോഷൻ ഉണ്ട്, അതുപോലെ തന്നെ അർജുന അശോകൻ ഉണ്ട്, അതുപോലെ പുതിയ ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഒരു ടീമിൽ തന്നെ 1-2 സിനിമകൾ ചെയ്തവരുണ്ട്. അങ്ങനെ വളരെ 2 സീരീസ് ഓഫ് ആർട്ടിസ്റ്റുകളും പടത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒന്നിച്ച് അഭിനയിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ്, അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ. ഞാനാണ് ഇതിൽ ആകെയുള്ളൊരു ചെറുത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന് പറയാം. ബാക്കി ഇവരെല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ലൈക്ക് നമുക്ക് പറഞ്ഞു തരാൻ അല്ലെങ്കിൽ നമ്മളെ മെൻറ്റർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അവർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഫ്രം ദ ബിഗിനിങ് ട്രെയിനിങ് ടൈം തൊട്ടേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എനർജി പാസ് ചെയ്ത് അവർ ഒരിക്കലും ഇപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ബിഗിനറാണ് അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളൊരു രീതിയിലല്ല കണ്ടിരിക്കണേ. നമ്മളെല്ലാവരും ഒരു ടീം, ഒരു ഗ്യാങ്. ആ ഒരു ഗ്യാങ് നമുക്ക് പടം കാണുമ്പോഴും കാണാൻ പറ്റും. ആ ഒരു ഗ്യാങ്ങിൻ്റെ എനർജി തന്നെയാണ് ഈ മട്ടാഞ്ചേരി ബോയ്സ് അല്ലെങ്കിൽ ആ ഒരു എനർജി ആ റിംഗ് ഫൈറ്റിലൊക്കെ വരുന്നത്. ലക്ഷ്മിയുടെ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പോൾ കൂടെ ഒരു റിംഗ് മാസ്റ്റർ ആയിട്ട് നിൽക്കുന്നു, എന്നിട്ട് റഫറി ആയിട്ട് നിൽക്കുന്നു. അപ്പൊ അവരുടെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാള്, അതും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ വേറെ ലക്ഷ്മി ചേച്ചി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അയ്യോ, ലക്ഷ്മി ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ലക്ഷ്മി ചേച്ചി ട്രെയിനിങ് ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല.
നമ്മൾ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മി ചേച്ചി വന്നതും നമ്മൾ മീറ്റ് ചെയ്ത് നമ്മൾ റോന്തിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് തന്നെ. ലക്ഷ്മി ചേച്ചി ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ട്രെയിനിങ് ആണ് നമ്മൾ കുറച്ചായിട്ട് നമ്മുടെ ബോഡി അതിലായിട്ട്. ലക്ഷ്മി ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ മാസ്റ്റർ ആണെങ്കിൽ ഇട്ട് അങ്ങോട്ട് പോകണം. റെഫറി ലൈക്ക് ഭയങ്കര പണി. പിന്നെ എല്ലാ ഫൈറ്റിലും ഉണ്ട് ലക്ഷ്മി ചേച്ചിൻ്റെ റോൾ. അപ്പോൾ ലക്ഷ്മി ചേച്ചി പാവം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ലക്ഷ്മി ചേച്ചി ദേവേ പടയങ്കര ലൈക്ക് നമ്മുടെ റിങ്ങിൻ്റെ ഫൈറ്റൊക്കെ ഒന്ന് നമ്മളെല്ലാവരും കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്താ അവസാനിക്കാത്തെന്നുള്ളൊരു രീതിയിലേക്കായി. ടൈമിംഗ് ഒക്കെ എപ്പോഴെങ്കിലും തെറ്റിപ്പോണ അവസരങ്ങൾ മൂക്കിനിടി കിട്ടില്ല അങ്ങനെയൊക്കെ ഒരു ഫൈറ്റ് സീനിലൊക്കെ എപ്പോഴും സംഭവിക്കാവുന്നതാണ്. കിട്ടിയിട്ടുണ്ട് നല്ല ടൈമിങ്. ഇതിൻ്റെ മെയിൻ തിങ് ടൈമിംഗ് ആണ്. നമ്മൾ ഈ ഫേക്കിങ് റെസ്ലിംഗ് നമ്മൾ ഫേക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ WWE റെസ്ലിംഗ് ഫേക്കിംഗ് ആണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ പെയിൻ ഭയങ്കര റിയലാണ്. കാരണം നമുക്ക് ടൈമിങ് തെറ്റുക അല്ലെങ്കിൽ നമ്മൾ ഈ വീഴണതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഫുൾ ടൈം നമുക്ക് ഫുള്ള് ചതവും നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് പർപ്പിൾ പച്ച കളറൊക്കെ ആയിട്ട് ചതഞ്ഞ് കിടന്നിട്ടുണ്ട്. കുറേ കുഞ്ഞു കുഞ്ഞു ഇഞ്ചുറീസും അതുപോലെ തന്നെ ഇച്ചിരി വലിയ ഇഞ്ചുറീസും. അല്ലെങ്കിൽ നമ്മൾ മിക്ക സമയത്തും ഹോസ്പിറ്റലിൽ ഒരു ബെഡ് ബുക്ക്ഡാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ലൈക്ക് മിക്കവർക്കും പനി അടുത്ത അവസ്ഥ. കാരണം എപ്പോഴായാലും നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് പോകേണ്ടി വരും. പിന്നെ ഈ ടൈമിങ്ങിൻ്റെത് പറഞ്ഞത് ലൈക്ക് മെയിനായിട്ടൊരു സംഭവം നടന്നു വെച്ചാൽ ലൈക്ക് ഡാറ്റുവിനും എല്ലാവർക്കും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കുറച്ച് കഴിയുമ്പോൾ തന്നെ വീക്കാവും. നമ്മൾ എത്ര എനർജി കൊടുക്കണം എന്ന് അല്ലെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമ്മുടെ ബോഡി വീക്കായി തുടങ്ങും. അപ്പോൾ ഒരു സീനുണ്ട്, ഡാറ്റ് വന്നിട്ട് ഇങ്ങനെ ചവിട്ടണ പോലെ കാണിക്കും. അപ്പം ഞാനിതിൽ കൂടെ റിങ്ങിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഞാൻ ഡാറ്റിനെ വലിച്ച് ഇങ്ങനെ അടിക്കണ ഒരു സീനുണ്ട്. പക്ഷെ എനിക്കറിയാം മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് കൗണ്ട് 1 ഡാറ്റ് ഓടും, കൗണ്ട് 2 ഞാൻ ഓടണം, മീൻസ് കറങ്ങി താഴത്തേക്ക് റിങ്ങിൻ്റെ പുറത്തിറങ്ങണമെന്ന്. പക്ഷെ കൗണ്ട് 2 കേൾക്കുന്നുണ്ട്, ആഗ്രഹമുണ്ട് കറങ്ങാൻ. പക്ഷെ ഡാറ്റ് വന്നിട്ട് ഓടി ഒറ്റ ചവിട്ടാ മുഖത്തിനിട്ട്. പിന്നെ ഇങ്ങനെ കിളിയൊക്കെ പറന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ചെയ്യാം, പക്ഷെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനില്ല. ആ ഒരു ഇതിലാണ്. പിന്നെ കണ്ണീന്നൊക്കെ വെള്ളം വന്ന് പക്ഷെ ചിരിച്ചോണ്ടിരിക്കണം. അപ്പം എല്ലാവരും വന്നിട്ട് ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഓക്കെയാ, പക്ഷെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഷെഡ്യൂളാണ് ഫുള്ള് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്താലും നമ്മൾ എക്സ്ട്രാ ഫുൾ എനർജിയിൽ ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് ഡാറ്റു ആയാലും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മുടെ ടീം, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരില്ലേ, അവരുടെ എനർജി വേറെ ലെവലാണ്. അവർ കുരുവി ഓക്കെ അല്ലേ, സെറ്റല്ലേ, അടുത്ത് പോകണ്ടേ, ഫൈറ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അവർ താഴെ നിന്ന് ചീർ ചെയ്യുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ സിനിമയുടെ വലിയൊരു വിജയത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് മമ്മൂക്കയുടെ ഒരു ക്യാമിയോ അപ്പിയറൻസ്. അപ്പോൾ മമ്മൂക്കയായിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അദ്ദേഹം സെറ്റിലേക്ക് എത്തുന്നതും അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു കോ ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അയ്യോ, മമ്മൂക്ക ഫസ്റ്റ് ഡേ സെറ്റിലേക്ക് വരണ സമയത്ത് ഞാൻ ഇങ്ങനെ മമ്മൂക്ക എത്താറായോ നമ്മളിങ്ങനെ നോക്കി നിൽക്കൂലേ മമ്മൂക്കനെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ മമ്മൂക്ക വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് മമ്മൂക്ക കാറിൽ നിന്ന് ഇറങ്ങി കാരവനിലേക്ക് പോകുന്നു, സ്ലോ മോഷനിൽ വരുന്നു വീഡിയോ ഒക്കെ. ആ ഒരു രീതിയിലാണ് ഞാൻ അവിടെ ഷോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പക്ഷെ എന്നാലും മമ്മൂക്ക എത്താറായോ, മമ്മൂക്ക വരാറായോ, ഞാൻ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കണ്ട. അപ്പം ഞാൻ മമ്മൂക്ക ഇപ്പോൾ വരൂടാ, പോയി കാണണ്ടേ നമ്മളെ കൂടെയാണ് അഭിനയിക്കാൻ വരണേ. പക്ഷെ എന്നാലും നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്ന പോലെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം മമ്മൂക്ക വരുന്നു, ഇറങ്ങുന്നു, ഭയങ്കര രസമായിരുന്നു കാണാനൊക്കെ. അപ്പം മമ്മൂക്ക വന്ന് ഡ്രസ്സൊക്കെ മാറി വരുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നു. മമ്മൂക്കനെ ലൈക്ക് നമ്മൾ ഇത്രയും നാൾ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന ആളുടെ ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ ആളെ കാണാൻ ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു. ഭയങ്കര രസമുള്ള ഫീലായിരുന്നു. പിന്നെ മമ്മൂക്ക നമ്മുടെ അടുത്ത് വന്നു, നമ്മളെല്ലാവരെയും പരിചയപ്പെട്ടു, സംസാരിച്ചു. പിന്നെ നമ്മുടെ അടുത്തൊക്കെ ഇൻഡിവിജ്വൽ എല്ലാവരുടെ അടുത്തും വിശേഷമൊക്കെ ചോദിച്ചു, സംസാരിച്ചപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി. പിന്നൊന്ന് അപ്പോഴാണൊന്ന് കൂളായി തുടങ്ങിയത്. പക്ഷേ മമ്മൂക്കേൻ്റെ ഷോട്ട് എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പുറത്ത് ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ നോക്കി, കുഞ്ഞു കുട്ടികൾ നോക്കിക്കണ പോലെ ഇങ്ങനെ നോക്കിക്കുമായിരുന്നു. മമ്മൂക്കേനെ ഇങ്ങനെ കണ്ട്, മമ്മൂക്കേനെ ഇങ്ങനെ നോക്കി, മമ്മൂക്കേൻ്റെ ശബ്ദം കേട്ട്. അയ്യോ, അത് ആയിരുന്നു. ഇപ്പൊ ഈ സിനിമ വലിയ വിജയമായിട്ട് ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട്. ഒരുപാട് പേർക്ക് പടം ഇഷ്ടപ്പെട്ടു. ഈ വർഷത്തെ വലിയ ഹിറ്റുകളിലൊന്നാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ 2 നല്ല സിനിമകളിലെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ അതും വലിയൊരു സൂപ്പർ ഹിറ്റായിരുന്നു. കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമയിൽ കൃഷ്ണപ്രിയ എന്നുള്ള ക്യാരക്ടറായിരുന്നു. ജഗദീഷ് ഏട്ടൻ്റെ മകളാണ്. സിനിമ തുടങ്ങി ഒരു കുറച്ച് സമയത്തിനുള്ള ഒരു സൂയിസൈഡൊക്കെ ചെയ്യുന്ന ഒരു ഭയങ്കര
ഇപ്പോൾ ചെയ്ത കുരുവിയുടെ നേരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടർ, ഒരുപാട് ഇമോഷണൽ റൂട്ടിലൊക്കെ കടന്നു പോകുന്നൊരു ക്യാരക്ടറായിരുന്നു. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് എത്തിയ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് എത്തിയത് എൻ്റെ കോളേജിൽ ഓഡീഷൻ വഴിയാണ്. ഞാൻ SH കോളേജ് തേവര സേക്രഡ് ഹാർട്ട് കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ എനിക്ക് ആ കോളേജിൽ തന്നെ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അവിടെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറേ പ്രോഗ്രാം. എന്തിനാണ് പഠിച്ചിരുന്നത്? ഞാൻ BCom പഠിച്ചിരുന്നത്. പക്ഷേ സിനിമേനേക്ക് എന്നല്ല, പക്ഷെ അവിടെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, കലോത്സവങ്ങൾ നന്നായിട്ട് നടക്കും, പ്രോഗ്രാംസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ പ്രോഗ്രാമുകൾ, ഡാൻസ് അല്ലെങ്കിൽ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ അത്രയും ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിന്നിരുന്ന കോളേജാണ്. അപ്പം ഞാൻ അവിടെ ഏത് കോഴ്സായാലും ഞാൻ അവിടെ പഠിക്കണം എന്നുള്ളൊരു രീതിയിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൊമേഴ്സ് എടുത്തുകൊണ്ട് എന്തായാലും BCom ഇറങ്ങി BBA ആണ് ഓപ്ഷൻ. അപ്പോൾ BCom അങ്ങനെ ചൂസ് ചെയ്തു. പക്ഷെ അവിടെ ചെന്ന് പിന്നെ ഞാൻ കലോത്സവങ്ങളിൽ മൈം, നമ്മുടെ ആശാനുണ്ട്, സുരേഷ് ആശാൻ എല്ലാ വർഷവും നമ്മൾ മൈമിന് കൊണ്ടുപോകും. നാഷണൽ ഫസ്റ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ആശാൻ ഭയങ്കര ഒരു അടിപൊളി ആളാണ്. അപ്പോൾ ആളെന്നെ കുറേ ആക്ടിങ്ങിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് ആശാൻ. പിന്നെ എൻ്റെ കോളേജിലുണ്ടായ ജെയിംസ് സാർ എന്ന് പറഞ്ഞിട്ട് സാറുണ്ടായിരുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കൊമേഴ്സിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ജെയിംസ് സാറാണ് കോളേജുകളിൽ ഓഡീഷൻ, സിനിമകളുടെ ഓഡീഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ജെയിംസ് സാറിന് ഓരോ സ്റ്റുഡൻറ്റും ആളെ എങ്ങനെ റൂട്ട് ചെയ്യണമെന്ന് ആൾക്ക് വൃത്തിക്ക് അറിയാം. ലൈക്ക് ആൾ ഭയങ്കര അടിപൊളി ഒരു ഹ്യൂമൻ ബീങ് ആണ്. ശരിക്കും ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ മാഷ് ഭയങ്കരമായിട്ട് എന്താണോ നമ്മുടെ ഉള്ളിലുള്ള കഴിവ്, നമ്മൾ എവിടെ എത്തണം എന്ന് ആൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പും ചെയ്യും. അപ്പോൾ മാഷ് കുറച്ച് നാൾ മുമ്പ് ഒരു 1 year ബാക്ക് ആൾ മരിച്ചു, അറ്റാക്ക് വന്നിട്ട്. ഏറ്റവും ഞാൻ ആഗ്രഹിച്ചത് തന്നെ ബിഗ് സ്ക്രീനിൽ കാണാനൊരു വ്യക്തിയായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചത് ഞാൻ ജെയിംസ് സാറാണ്. ജെയിംസ് സാറിൻ്റെ വൈഫിനെ ഞാൻ കഴിഞ്ഞിടത്ത് വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പടം ഇറങ്ങിയിട്ട്. കാരണം അത്രമാത്രം ജെയിംസ് സാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ തിയേറ്ററിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ആക്ട്രസായി കാണാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ജെയിംസ് സാറാണ് ഇങ്ങനെ കോളേജിൽ ഓഡിഷൻ കൊണ്ടുവന്നത്. അങ്ങനെ കോളേജ് ഓഡിഷൻ നടന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരും എല്ലാവരും, കോളേജിലെ കുറേ പിള്ളേരുകൾ ഇങ്ങനെ ഓഡീഷന് വേണ്ടി വന്നു. അങ്ങനെ അവിടെ നിന്ന് എങ്ങനെയോ എനിക്കറിയില്ല, ആകെ അവിടെ നിന്ന് എന്നെ മാത്രമേ അവർ ജിത്തുക്ക സെലക്ട് ചെയ്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു ഭാഗ്യം എന്താണെന്നറിയില്ല, അവർക്ക് ആ ക്യാരക്ടറിന് വേണ്ടി കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുമ്പ് കുറേ ഓഡീഷൻസ് അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതാണ് അവർ കിട്ടിയത്. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിൽ നിന്നാണ് കയറിയത്. പിന്നെ അങ്ങനെ ഷായിക്കാണ് റോന്തിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്ത് റോന്തിലേക്കും വന്നതൊക്കെ. ജിത്തു അഷ്റഫ് എന്നുള്ളൊരു സംവിധായകൻ, അതുപോലെ ഷാഹി കബീർ എന്നുള്ള ഒരു റൈറ്റർ കം ഡയറക്ടർ. അപ്പോൾ ഇവർ രണ്ടുപേരാണെങ്കിലും ഭയങ്കര ബ്രാൻഡഡ് ആണ്. പ്രത്യേകിച്ച് പോലീസ് സ്റ്റോറികൾ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവികൾ, അവരുടെ ഒരു ഭയങ്കര ഡാർക്ക് ഷെയ്ഡുകളായിരിക്കും, പക്ഷേ ഭയങ്കര ഡെപ്തുള്ള മൂവീസ് ആയിരിക്കും. അപ്പം ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും റോന്താണെങ്കിലും ഒരേ ജോണറിലുള്ള സിനിമകളെന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാമെങ്കിലും രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. റോന്തിലാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പം ഈ ഷാഹി കബീർ എന്നുള്ളൊരു റൈറ്ററുടെ ഒരു ക്യാരക്ടറുകളൊക്കെ അദ്ദേഹം ഇപ്പോൾ ഒരു ലെയർ മാത്രമല്ല, 2-3 ലെയറുകളൊക്കെ ആ ക്യാരക്ടറിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനോടുള്ള ഒരു സപ്പോർട്ടിങ് പരിപാടികളൊക്കെ എങ്ങനെയാണ്? അയ്യോ, ഷായിക്ക് ഭയങ്കര നല്ല ഒരു വ്യക്തിയാണ്. ഷായിക്കാണ് ഈ ഓഫീസറിൻ്റെ സമയത്ത് ആൾ എൻ്റെ ഷൂട്ടിംഗ് ടൈമിൽ ഉണ്ടായിരുന്നു ഷായിക്ക. അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്ത് ഇത് ഭയങ്കര ഒരു ഇമോഷണൽ സംഭവമാണ്. ആ ഒരു രീതിയിലാണ് നിൽക്കുന്ന ആ ഒരു ക്യാരക്ടർ. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അല്ല പോയില്ല, പക്ഷെ എനിക്കിങ്ങനെ കാണണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ കാണണോ വേണ്ടയോ എന്നിങ്ങനെ നിൽക്കാം. അപ്പോൾ ഷായിക്ക് എന്നെ വിളിച്ചിട്ട് ഇവിടെ നിന്നോ, ഇവിടെ ഇരുന്നോ, കണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇരിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോണ്ട്. ഇല്ല, ഇവിടെ ഇരിക്കേ, എന്നിട്ട് കണ്ടോ, ഇവിടെ നന്നായി ചെയ്തോണ്ട് മാത്രം ഇവിടെ ഇരുത്തിയേക്കണേ. എന്നിട്ട് ഷായിക്ക് ഇങ്ങനെ ജിത്തുക്കനെ ചോദിച്ചു എവിടെ നിന്ന് കിട്ടി ഈ കുട്ടീനെ? അപ്പോൾ ജിത്തുക്ക പറഞ്ഞ് ഇങ്ങനെ കോളേജ് ഓഡിഷൻ വഴി ഇങ്ങനെ കിട്ടിയ ആ ഒരു രീതിയിൽ. അപ്പോൾ ഷായിക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്യാരക്ടർ എഴുതിയ ഒരാൾ നമ്മളെടുത്തിരുത്തി നന്നായിട്ടുണ്ട്, ആൾ ഉദ്ദേശിച്ചൊരു സംഭവം നന്നായിട്ടുണ്ടെന്ന് പറയാൻ ആ ഒരു റൈറ്ററിൻ്റെ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്.
അതോടൊപ്പം തന്നെ ഷായിക്ക ലൈക്ക് കുറേ ടൈമിൽ നമുക്ക് ഓഫീസറിലായാലും അല്ലെങ്കിൽ റോന്തിലേക്കായാലും ലൈക്ക് നമ്മളെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആസ് ഒരു ബിഗിനർ നമ്മൾ എത്രയെങ്കിലും ലൈക്ക് ഒരു ഇമോഷണലി നമ്മൾ ഓക്കെ അല്ലാണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് അറിയില്ല ഒരു ഡൗട്ട്ഫുൾ മൊമെൻറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഷായിക്ക ഇതിങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ ഇത് ഓക്കെ ആണോ, ഷായിക്ക ഇങ്ങനത്തെ പടം വന്നിട്ടുണ്ട് ഇത് ചെയ്യണോ കമ്മിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു നമ്മളെ കറക്റ്റായിട്ട് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായിക്ക ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ചത്തപ്പച്ചൻ്റെ കാര്യമായാലും എല്ലാത്തിനും നമ്മൾ എനിക്ക് സംസാരിക്കാൻ ലൈക്ക് നമുക്ക് ജിത്തുക്കി ആയാലും ഷായിക്കൊക്കെ ഉള്ളൂ. ലൈക്ക് നമ്മൾ അവിടെ ഒരു തുടങ്ങി mentor ഒക്കെ വന്നിട്ട് പോലെ. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, നമുക്ക് അറിയില്ല അധികം ആൾക്കാർ ഇതിൽ. അപ്പോൾ ഷായിക്കിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കും, ഒപ്പീനിയൻ ചോദിക്കും, ഷായിക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഷായിക്ക് പറഞ്ഞു തരും കറക്റ്റായിട്ട് എന്താണോ കറക്റ്റായിട്ട് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ തന്നെ ഷായിക്ക് പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ ഭയങ്കര ലൈക്ക് അവർക്കൊന്നും ചിലപ്പോൾ നമ്മൾക്കൊന്നും പറഞ്ഞു തരണ്ടയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. പക്ഷേ ജിത്തുക്കി ആയാലും ഷായിക്കായാലും ഞാനിപ്പോൾ പടം ഇറങ്ങിയപ്പോഴായാലും ഞാൻ ഷായിക്കനും ജിത്തുക്കിനെ വിളിച്ച് പടം ഇറങ്ങാണ്. കാരണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ ഫസ്റ്റായിട്ട് ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് നല്ലൊരു ക്യാരക്ടർ തന്ന് അതിൽ നല്ല രീതിയിൽ നമ്മളെ ചെയ്യിപ്പിച്ച ആൾക്കാർ നമ്മളുടെ ഇനി വരുന്ന പടങ്ങളിൽ നമ്മളെ കാണണമെന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഈ റോന്തും ഇതുപോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവിയായിരുന്നു. അത് ഷാഹി കബീർ തന്നെയായിരുന്നു അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ റൈറ്ററും. അപ്പം റോന്തിലെ ക്യാരക്ടറും ഇതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. റോന്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ദിലീഷ് പോത്തൻ എന്നുള്ള ഒരു വലിയ ആക്ടർ, അദ്ദേഹം സംവിധായകനാണ്, എഴുത്തുകാരനാണ് അദ്ദേഹം, പിന്നെ റോഷൻ മാത്യു. അപ്പോൾ ആ ഒരു റോന്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഷായിക്ക് എന്നെ ജസ്റ്റ് വിളിച്ചിട്ട് കാരണം ഈ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ 2 വീക്സ് നമ്മൾ ഷൂട്ട് തുടങ്ങാണ്. കണ്ണൂരാണ് ഷൂട്ട് നമ്മുടെ പടത്തിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പയ്യെ, കാരണം ഓഫീസറൊക്കെ നമ്മൾ ഓഡിഷൻ കഴിഞ്ഞ് പയ്യൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഷായിക്ക് വിളിച്ചിട്ട് വിത്തിൻ 2 വീക്സ് നമ്മൾ ഷൂട്ട് തുടങ്ങാണ്, നീ ഇതാണ് ക്യാരക്ടർ. അപ്പം ഞാൻ ഇങ്ങനെ ഇത് ഓഡിഷനൊന്നും ഇല്ലേ, അങ്ങനെയൊന്നും ഇല്ലേ നമുക്ക്. പക്ഷെ ആള് ലൈക്ക് ഓക്കെ നീ ക്യാരക്ടറിന് ഫിറ്റനാണെന്നുള്ള രീതിയിലാണ് വിളിച്ചതും പറഞ്ഞതൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കേൾക്കണേൻ്റെ ഒരു വീട്ടിൽ അവതരിപ്പിക്കണം ആ കാര്യങ്ങളും വേറൊരു ഇതിലുണ്ട് മൈൻഡിൽ. പക്ഷെ അല്ലാതെ ഇത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഒരു മൂവിൻ്റെ ഭാഗമാവാൻ പറ്റി, അതും നമ്മുടെ ഷായിക്ക ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി. അതും ദിലീഷ് പോത്തനും റോഷൻ ചേട്ടനും കിടിലൻ ആർട്ടിസ്റ്റ്, ലൈക്ക് അവർ ഭയങ്കര നല്ല പെർഫോമൻസ് ആണ് അവര്. ദിലീഷ് പോത്തൻ ഇങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ നമുക്ക് ഏതൊക്കെ പിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലൈക്ക് അവരുടെ ആ ഒരു രണ്ടുപേരുടെ കോമ്പിനേഷൻ സീൻസും അല്ലെങ്കിൽ ദിലീഷ് ചേട്ടൻ്റെ നമ്മളിപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇപ്പോൾ തിലകൻ സാറൊക്കെ ചെയ്യുന്ന പോലെയുള്ള ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് ഉണ്ട്, ഭയങ്കര റോ ആൻഡ് റഫ് ആയിട്ടുള്ള പോലത്തെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇദ്ദേഹം വളരെ തന്മയത്വത്തോട് കൂടിയിട്ടാണ് ഭയങ്കര രസമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂടെ ലൈക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം റോഷനേട്ടനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ വെച്ചിട്ട്, ദിലീഷ് ചേട്ടനായാലും അവിടെ വെച്ചിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ പക്ഷെ ഇവരുടെ കൂടെ ഒരു ജീപ്പിൻ്റെ സീനുണ്ട്. അപ്പോൾ ഈ ജീപ്പിൽ കയറിയിട്ട് ഞാനും റോഷനേട്ടനും പിന്നെ അല്ലാതെ എൻ്റെ പേരായിട്ട് ചെയ്ത് റോഷനുണ്ട്, ദിലീഷ് ചേട്ടനുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര സിമ്പിളായി. ഇവർ ഭയങ്കര ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവാം, സംസാരിച്ചൊക്കെ പോവാം ആ ഒരു മൂഡിലാണ്. അപ്പോൾ ഞാൻ ഓക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് ഇവർ അഭിനയിക്കല്ലേ, ഇവർ ആ ക്യാരക്ടറിലാണ്. അല്ല, ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ സ്കൂളിങ്ങിന്റെ ആളാണ്. ഈ പറഞ്ഞ നമ്മൾ പിന്നീട് അതിനെ കളിയാക്കിയിട്ടൊക്കെ പറയുന്ന പ്രകൃതി പടങ്ങൾ പറയുന്ന അത് സംഭവം നമ്മൾ കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തമാശക്ക് പറയുമെങ്കിലും അത്തരം സിനിമകളിൽ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണ്. നമ്മളിപ്പോൾ ഒരു ഡയലോഗ് വളരെ ലൗഡായിട്ട് പറയുന്ന പോലെയല്ല, വളരെ സട്ടിലായിട്ടൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണ്. അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പാടാണ്. അങ്ങനെയുള്ള സിനിമകൾ ചെയ്ത് വിജയിപ്പിച്ച് അതിന് അവാർഡ്സ് വാങ്ങിച്ച് അതിനകത്തൊരു സിഗ്നേച്ചർ ഇട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ എല്ലാ പരിപാടികളും പുള്ളി ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു അവിടെ വെച്ചിട്ട് ഇവർ ലൈക്ക് ഇംപ്രൊവൈസ് ചെയ്യുന്നതും അവിടെ വെച്ചിട്ട് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ഡയലോഗിലായാലും നമ്മുടെ അടുത്ത് പറയുന്നതിലും സംസാരിക്കും. എനിക്ക് ആകെ കുറച്ച് ദിവസത്തെ സീൻസ് ഉണ്ടായിരുന്നുള്ളൂ, കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ കുറച്ച് ദിവസമായാലും നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായിരുന്നു. കാരണം ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എനിക്ക് നോക്കുമ്പോൾ എനിക്ക്
ഇട്ടിരിക്കുന്ന ആ ഒരു ടീം ആൻഡ് കൂടെ അഭിനയിക്കാൻ പറ്റിയേക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡും നമുക്ക് കുറേ പഠിക്കാൻ പറ്റിയ ആൾക്കാർ. കാരണം ഫസ്റ്റ് തന്നെ അക്കൊച്ചനായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനാണ് എനിക്ക്. പിന്നെ ജഗദീഷ് ചേട്ടനായിട്ട് കുറച്ച് ലൈക്ക് ഡയലോഗ്സും കോമ്പിനേഷനും ഉള്ളെങ്കിലും ജഗദീഷ് ചേട്ടനായിട്ട് കുറേ സംസാരിക്കാൻ പറ്റിയൊരു അവസരം എനിക്ക് കിട്ടിയായിരുന്നു. ആൾ കുറേ നമുക്ക് പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദിലീഷ് ചേട്ടനും റോഷൻ ചേട്ടനൊക്കെ ലൈക്ക് അത്രയും എക്സ്പീരിയൻസ്ഡും അത്രയും നമുക്കും കുറേ ലെസൺസ് അവരുടെ ലൈഫിൽ നിന്നായാലും അല്ലെങ്കിൽ അവരുടെ ആക്ടിങ്ങിൽ നിന്നായാലും എല്ലാത്തിൽ നിന്നും നമുക്ക് കുറേ ഈ 3 സിനിമകളുടെയും ഒരു ഡിഫറൻസ് തന്നെയാണ് നമ്മുടെ കരിയറിന് ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ ചത്താപ്പച്ചയാണെങ്കിലും ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും റോംദാണെങ്കിലും എല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സാണ്. എല്ലാത്തിലും നല്ല ഗംഭീരന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഫസ്റ്റ് മൂവി അതെപ്പോഴും നമുക്ക് ഒരുപാട് ചെയ്യാനില്ലെങ്കിൽ പോലും നമ്മുടെ പേര് ആദ്യമായിട്ടൊരു ബുക്കിൽ അച്ചടിച്ച് വരുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഫേസ് ആദ്യമായിട്ട് വെള്ളിത്തിരയിൽ വരുന്നു എന്ന് പറയുന്നതിന് ഒരു വലിയ കാര്യമുണ്ട്. ആ മൂവി അതായിരുന്നു ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഗരുഡനായിരുന്നു. അത് ക്യാരക്ടർ റോളും അങ്ങനെ ഒന്നും അല്ല, പക്ഷെ ബിഗ് സ്ക്രീനിൽ എന്നെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ഗരുഡനിലാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ ആശാൻ ഞങ്ങളുടെ മൈമിന്റെ സുരേഷ് മാഷുണ്ട്, മാഷാണ് ഞങ്ങളെ ഈ ഞങ്ങളുടെ മൈം. അത് സിനിമ തുടങ്ങുന്നതേ ഒരു മൈം സീക്വൻസിൽ നിന്നാണ്. അപ്പം ഞങ്ങളുടെ മൈം ടീമിനെ വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് ആ ഒരു ബിഗ് സ്ക്രീനിൽ എന്നെ ആദ്യമായിട്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടപ്പോഴേ കാർമി സിനിമയിലേക്ക് ആയി തുടങ്ങി. അപ്പോൾ എന്നെ കാർമി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സൊക്കെ. അപ്പോൾ എല്ലാവരും ഓ സിനിമയിൽ തുടങ്ങിയില്ലേ, അപ്പോൾ സോ ഹാപ്പി ഫോർ യു ലൈക്ക് അങ്ങനെ ഭയങ്കര കുറേ മെസ്സേജ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അയ്യോ സിനിമയിൽ പ്രത്യേകിച്ച് ലൈക്ക് അങ്ങനെ ഒന്നുമല്ല, ക്യാരക്ടറും അല്ല, പക്ഷെ ഒന്നും അല്ലെങ്കിലും നമ്മളെ സിനിമയിലേക്ക് കാണാനോ അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പം മുതലേ ഞാൻ ഈ ആക്ടിങ്ങും ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അവസാനം സിനിമയിലെത്തിയപ്പോൾ എന്നെ ലൈക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും ലൈക്ക് ഇനിയും നല്ല നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനൊരു നല്ലൊരു ലൈനപ്പിൽ എനിക്ക് കുറേ നല്ല സിനിമകൾ ഈ ഒരു ഇത്രയും 3 മൂവീസ് ആയാലും നല്ല ടീമാണ്. 3 പടങ്ങൾ ഹിറ്റാണ്, 3 പടങ്ങൾ നല്ല ഡെപ്തുള്ള സിനിമകളാണ്. അപ്പം അത് ചിലപ്പോൾ ഈ നമ്മളുടെ കൂടെ നിൽക്കുന്നവരും നമ്മുടെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു പ്രോത്സാഹനമൊക്കെ കാരണമാണ്. ഈ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമയിലേക്ക് എൻട്രി വരുന്നത്. ഇപ്പോൾ നിലവിൽ എന്തോ കാര്യങ്ങളൊക്കെ പഠനം നടത്തുന്നുണ്ടെന്ന് നമ്മൾ ഈ പോഡ്കാസ്റ്റിനൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞു. അതെവിടെയാണ്, എങ്ങനെയാണ് പരിപാടി? ഞാനിപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂർ ആണ് പഠിക്കുന്നത്. PG ചെയ്യുവാണ്, മാസ്റ്റേഴ്സ് തിയേറ്റർ ആൻഡ് ഫൈൻ ആർട്സിൽ. അതിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ? അതിപ്പോൾ ഫസ്റ്റ് ഇയറിലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എനിക്ക് തിയേറ്ററും കൂടി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കാനും അല്ലെങ്കിൽ തിയേറ്റർ ചെയ്യാനും ആക്ടിങ് ക്ലാസ്സസ് എടുക്കാനും അങ്ങനത്തെ ഒരു രീതിയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ ആക്ടിങ് അല്ലാതെ തന്നെ തിയേറ്ററും കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ അതിന് പഠിക്കാൻ കിട്ടിയ ടൈം ഈ ഒരു സമയത്താണ് ഇപ്പോൾ പഠിക്കാൻ പറ്റുള്ളൂ നമുക്ക് കറക്റ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്തു. ഇവിടെ ലൈക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങൾ ഈ ചത്തോപ്പച്ച പടത്തിൻ്റെ ടൈമിലായിരുന്നു, ഷൂട്ട് ടൈമിലായിരുന്നു ഇവിടെ എക്സാമും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പം എന്നോട് ഇവിടെ എല്ലാവരും പറഞ്ഞു നീ ഇപ്പോൾ പോയി തിയേറ്ററൊക്കെ ജോയിൻ ചെയ്യണോ, പഠിക്കണോ, പോകാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ എനിക്ക് പാരലായിട്ട് ഇതും കൂടി കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ഒന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആക്ടിങ് മാത്രമല്ല അതിൻ്റെ ബിഹൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഡയറക്ഷൻ, ലൈറ്റിങ്, സെറ്റ് ഡിസൈൻ, അങ്ങനത്തെ കാര്യങ്ങളും കൂടി നമുക്കെല്ലാം അറിയണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ഇഷ്ടമുള്ളൊരു സാധനം ഈ തിയേറ്റർ റിലേറ്റഡ് അല്ലെങ്കിൽ ആക്ടിങ് റിലേറ്റഡൊക്കെയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് PG ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആക്ടേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ മോഡലിംഗ് എന്നുള്ളൊരു കരിയറും കൂടി ഇതുപോലെ തന്നെ പാരലായിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ എന്തെങ്കിലും പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പദ്ധതികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മോഡലിംഗ് ഞാൻ കുറച്ചൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് അധികം ഞാൻ മോഡലിങ്ങിലേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ആഡ്സ് ഒക്കെ ചെയ്യുമായിരുന്നു, അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഗ്യാപ്പ് ക്ലാസ്സുണ്ട്, അതിൻ്റെ ഇടയിൽ ഷൂട്ടിംഗ് ഉണ്ടായി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് കിട്ടും. കറക്റ്റ് ടൈമിന് ഒത്തു വരാണ് അല്ലെങ്കിൽ എല്ലാം വരുവാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലെങ്കിൽ മോഡലിംഗ് ഷൂട്ട്സ് കാര്യങ്ങൾ അതിനൊക്കെ പോവാറുണ്ട്. ലൈക്ക് എല്ലാം കറക്റ്റ് ടൈമിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വീക്കെൻഡ്സോ അല്ലെങ്കിൽ പറ്റുന്ന ടൈമിലൊക്കെ നല്ല ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും ചെയ്യാറുണ്ട്.
നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടിപ്പോൾ ഞാൻ മോഡലിംഗ് ഒന്നും അധികം ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഹെൽപ്ഫുള്ളായിട്ട് ലൈക്ക് നമുക്ക് അറിയാവുന്ന പരിചയമുള്ള കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ പരിചയത്തിലുള്ള അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ജിബിൻ ചേട്ടൻ പ്ലാൻ ബി ആക്ഷൻസ് അവരുടെയൊക്കെ എടുത്തു പോയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ അപ്പോൾ എനിക്ക് അറിയുന്ന ഹെന്ന ചേച്ചി വഴിയാണ് അത് കണക്ട് ചെയ്തതൊക്കെ അപ്പോൾ നമ്മൾ ആ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിബിൻ ചേട്ടനൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്നു, നമ്മൾ എന്തെങ്കിലും സ്റ്റൈലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ്യൂം ഇടുന്നു, ഫോട്ടോ എടുക്കുന്നു, അപ്പം തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടുന്നു. ജിബിന്റെ ഒരു പ്രത്യേകത, ജിബിൻ കംപ്ലീറ്റ് അൾട്ടിമേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പോലെ ജിബിൻ തന്നെ പടം എടുക്കുന്നു, ജിബിൻ തന്നെ ആർട്ട് ചെയ്യുന്നു, ജിബിൻ തന്നെ അതിൽ വർക്ക് ചെയ്യുന്നു, ഫൈനൽ ഔട്ട് ജിബിൻ തന്നെ തരുന്നു. അപ്പോൾ ജിബിൻ ചേട്ടനൊക്കെ നമ്മൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ജിബിൻ ചേട്ടൻ പറഞ്ഞു, കാരണം നിനക്ക് ഇതും നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് ഈ മോഡലിംഗ് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങൾ. അപ്പോൾ അതിനും കുറച്ച് ടൈം കണ്ടെത്തി നമ്മൾ നമ്മളുടേതായ രീതിയിൽ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക അതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യുക. അതിനുവേണ്ടി കുറച്ചും കൂടി ടൈം കണ്ടെത്തണം എന്നൊക്കെ ആൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയും വരുന്ന ഫ്യൂച്ചറിൽ പയ്യെ പയ്യെ ഫോട്ടോഷൂട്ട്സും മോഡലിങ്ങിലൊക്കെ കിടക്കണം എന്ന് വിചാരിക്കുന്നു. പുതിയ സിനിമകൾ, പുതിയ സിനിമാ സ്വപ്നങ്ങൾ, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന പുതിയ സിനിമകൾ കുറെ അങ്ങനെ ലൈനപ്പിലൊന്നും സിനിമകളൊന്നും ഇല്ല. അല്ല, നമുക്കും പറ്റിയ ക്യാരക്ടറും ഡയറക്ടറിനും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഔട്ട്പുട്ട് എന്ന് തോന്നുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഡിസ്കഷൻസ് ചിലതൊക്കെ വരുന്നുണ്ട്, പക്ഷെ എല്ലാം മൊത്തത്തിൽ ഒത്തു വരുന്നില്ല ആ ഒരു സംഭവം. അപ്പോൾ നല്ല എന്തെങ്കിലും എന്നെ കണ്ടിട്ട് തോന്നുകയാണെങ്കിൽ ഡയറക്ടേഴ്സിനോടാണ് പ്രത്യേകമായിട്ട് റൈറ്റേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും നമുക്ക് പറ്റിയ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക, പരിഗണിക്കുക. അപ്പോൾ അങ്ങനെ ലൈക്ക് എനിക്ക് കുറച്ചും കൂടി നല്ല ചാലഞ്ചിങ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട്, എനിക്കിപ്പോൾ ചത്തപ്പച്ച ചെയ്തപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി അതിന് വേണ്ടി എഫേർട്ട് ഇട്ട് അതിന് വേണ്ടി ട്രെയിനിങ് ആയാലും എന്തായിക്കോട്ടെ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അത് സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലൊരു സന്തോഷമാണ്. എനിക്ക് നമ്മൾ ചുമ്മാ അവിടെ ചെന്ന് ആക്ട് ചെയ്ത് തിരിച്ചു വരല്ല, നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഔട്ട്പുട്ട് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാനാണ് എനിക്കിങ്ങനെ കൂടുതൽ ആഗ്രഹം. നമ്മൾ ചേട്ടന്മാരായിട്ട് കുസ്തി പിടിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഫാമിലി, ഈ പറഞ്ഞ ചേട്ടന്മാർ, പിന്നെ ബാക്കി വീട്ടിലെ എല്ലാവരും പറ്റിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, പിന്നെ അപ്പൻ അമ്മ 2 ചേട്ടന്മാരാണ്. പപ്പ പുറത്താണ്, നമ്മളാണ് ഏറ്റവും താഴെയുള്ള ആള്, ഞാനാണ് ഏറ്റവും താഴെയുള്ള ആൾ. അപ്പോൾ മൂത്തേട്ടനും പുറത്താണ്, പാരീസിലാണ്, അപ്പൻ ദുബായിലാണ്. രണ്ടാമത്തെ ഏട്ടൻ ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുന്നു, MBBS കഴിഞ്ഞു. അപ്പോൾ മെയിനായിട്ട് എന്നെ എല്ലാ പരിപാടിക്കും കൊണ്ടു നടക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയാണ് കുഞ്ഞിലേ തൊട്ട് ആനുവൽ ഡേ ആയിക്കോട്ടെ, കലോത്സവം ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതെ അമ്മയുടെ കുട്ടിക്കുരുവി തന്നെയാണ്. അമ്മ കറക്റ്റായിട്ട് എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞു തന്ന്, കറക്റ്റാണോ തെറ്റാണോ ശരിയാണോ നല്ലതാണോ എന്തായിക്കോട്ടെ അമ്മ ആണ് എന്നെ ഫുള്ള് ഗൈഡ് ചെയ്തിട്ടുള്ളത്. അമ്മ ഭയങ്കര ചെറുപ്പം മുതലേ എൻ്റെ മാത്രമല്ല എൻ്റെ ചേട്ടന്മാരുടെ ഉള്ളിലുള്ള കഴിവുകളായാലും അവരായാലും സ്പോർട്സ് ആയാലും മ്യൂസിക്കായാലും, മൂത്തേട്ടൻ ഗിറ്റാർ വായിക്കും, രണ്ടാമത്തെ ഏട്ടൻ പാട്ട് പാടും, ലൈക്ക് അങ്ങനെ എന്തൊക്കെ കഴിവുണ്ടോ കലാകുടുംബമാണ്. അങ്ങനെയല്ല, ലൈക്ക് അമ്മ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എല്ലാ പരിപാടിക്കും ഡാൻസ് ക്ലാസ്സിന് വിടണമെങ്കിൽ ഡാൻസ്, പക്ഷെ എനിക്ക് ഡാൻസ് പിന്നെ ആ സമയത്ത് കുഞ്ഞായിരുന്നപ്പോൾ മടിയായിരുന്നു, അപ്പോൾ പോയില്ല. ഇപ്പം നല്ലതായിട്ട് റിഗ്രറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് പോയി പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ കലോത്സവത്തിനൊക്കെ മൈമ്, മോണാക്ട്, ഒപ്പന, അങ്ങനെ എത്ര രാത്രി ആയാലും സ്കൂളിൽ നിന്ന് വന്ന് കൊണ്ടുവരാനായാലും അമ്മ ഉണ്ടായിട്ടുള്ളൂ. പപ്പ പുറത്തായതുകൊണ്ട് തന്നെ പപ്പ എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ട്, ബാക്ക് ബോണായിട്ട് ഉണ്ടെങ്കിലും അമ്മയാണ് കൊണ്ട് നടന്നതും പരിപാടികൾക്കൊക്കെ. അമ്മ ടീച്ചറും കൂടിയാണ്. അമ്മ പൊയ്യ സ്കൂളിൽ, പൊയ്യ AKMH സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ അമ്മയാണ് എല്ലാത്തിനും വേണ്ടിയിട്ട് കൊണ്ട് നടന്നതും ഇപ്പോഴും അതെ. ഏതൊരു കാര്യത്തിനായാലും അമ്മ ഉണ്ടാവും. ലൈക്ക് എൻ്റെ ഫൈറ്റ് സീൻസിനൊക്കെ ചിലപ്പോൾ രാത്രിയും വെളുപ്പിനും വരെയൊക്കെ ഷൂട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ അവിടെ സൈഡിലൊരു കസേരയിൽ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയും അമ്മ പോയി കിടന്നോ, കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തോ. പക്ഷെ അമ്മ ആ പൊടിയുടെ ഉള്ളിലായാലും അമ്മ വന്ന് ഇരിക്കും. എൻ്റെ ഫൈറ്റ് സീൻസ് ആയാലും എനിക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട്, എൻ്റെ ഓരോ ഇത് കാണാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ ഉണ്ടാവും. അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട്. ഇപ്പം എല്ലാത്തിനും അതെ കൊണ്ട് നടക്കാൻ അമ്മ തന്നെയാണ് ഉണ്ടായേക്കണേ. എന്തായാലും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാ വിജയങ്ങളിലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവുക, നമ്മളെപ്പോഴും വിജയിച്ചുകൊണ്ടേയിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുക. അതൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, പലപ്പോഴും ഒരുപാട് നാളുകൾ ഒരു ഹാർഡ് വർക്കാണ് പലപ്പോഴും ഒരു വലിയ റിസൾട്ടായി മാറുന്നത്.
അപ്പോൾ 3 സിനിമകളിലാണ് നമ്മൾ ഒരു മിനിറ്റ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഓ പെട്ടെന്ന് സിനിമകൾ കിട്ടിയല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ 3 സിനിമയായി, എന്ത് ചെയ്തിട്ട് അല്ലെങ്കിൽ എങ്ങനെയാ ഇതിലേക്ക്, നമ്മളൊക്കെ ഇത്രയും വർഷമായിട്ട് അങ്ങനെ 3 സിനിമകൾ എന്നുള്ളത് മാത്രമല്ല 3 സിനിമ വിജയിച്ച സിനിമകളാണ്. അതാണ് ആൾക്കാർ ലൈക്ക് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആകെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിനിമയിലേക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തേക്കുന്നത് ചിലപ്പോൾ ഈ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ അവസരങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ കിട്ടിയതായിരിക്കും. പക്ഷേ അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ചെറുപ്പം മുതലേ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ കലോത്സവമായിട്ട് മത്സരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ ഇവൻറ്റ്സിനായാലും ഈ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി വളരെ, ഇപ്പോൾ ഫാമിലി എന്നെ സിനിമയിലേക്ക് അത്രയും അങ്ങടേക്ക് വരാൻ വേണ്ടി കുറേ അവർ ചിന്തിച്ചിട്ടാണ് എന്നെ ഓക്കെ സിനിമ ചെയ്തു തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ സിനിമ ഓക്കെ ആണോ സേഫ് ആണോ എന്നുള്ള രീതിയിലെത്തിയത്. പക്ഷേ ഒരു കലാകാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അത് നല്ലൊരു മനുഷ്യനായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഇവർ ചെറുപ്പം മുതലേ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് അമ്മയായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു ചെറുപ്പം മുതൽ. ഓരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടും നമ്മൾ എത്ര വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കഷ്ടപ്പെടാം എന്നുള്ള രീതിയിൽ രാവും പകലില്ലാതെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ടായിരിക്കാം ചിലപ്പോൾ സിനിമയിലേക്ക് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ റിസൾട്ടായിട്ട് സിനിമയിലേക്ക് വന്നത്. സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ കുറേ അങ്ങനെ ഓഡിഷൻ, കുറേ പേര് പറയുമ്പോൾ ഓഡിഷൻ കുറേ നടന്നിട്ടുണ്ട്, അത് ഇതുണ്ട് ഇത്. പക്ഷെ സിനിമ ഞാൻ സത്യം പറയാം കുറേ ഓഡീഷൻസും പരിപാടികളും ഒന്നും പോയിട്ടില്ല. കോളേജിൽ വന്ന് കിട്ടിയ ഓഡീഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ സിനിമയിലേക്ക് ഇന്നായത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എഡീസും ഒക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്തിട്ടൊക്കെയാണ് സിനിമകളിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയത്. പക്ഷേ ആസ് എ പെർഫോമർ എന്നുള്ള രീതിയിൽ കുഞ്ഞിലേ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിലേക്ക് അപ്പനും അമ്മയും ഇപ്പോഴൊക്കെയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സിനിമ, കാരണം നമുക്ക് അറിയാം സിനിമ ഒരു വലിയ തന്നെ വേറെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അമ്മയും അപ്പനും ഇപ്പോഴാണ്, കാരണം എൻ്റെ സേഫ്റ്റിയാണ് അവരുടെ മുഖ്യം. ലൈക്ക് അവർ ഓക്കെയാണ്, നല്ല ക്യാരക്ടേഴ്സാണ്, നിനക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീ ഹാപ്പി ആയിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ള രീതിയിലും കൂടി അവരെപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ റിയൽ ക്യാരക്ടറിൻ്റെ ഒരു റിസൾട്ട് കൊണ്ടുകൂടിയായിരിക്കും നല്ല ക്യാരക്ടറുകൾ പിന്നെയും തേടി വരുന്നത്. എന്തായാലും വിജയാശംസകൾ. ഇപ്പോൾ 3 സിനിമകൾ, ഒരു 300 സിനിമ വരെ അങ്ങനെ പോട്ടെ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തേടി വരട്ടെ. വിജയാശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.